ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ഒരു ചെറിയ കഥയോടുകൂടി തുടങ്ങാട്ടോ. ഇതാണ് നമ്മുടെ ബിങ്ക റോസ് അഥവാ നിത്യ കല്യാണി. സത്യത്തിൽ ഈ ഒരു ചെടിയെ ഞങ്ങളുടെ നാട്ടിൽ ശവന്നാറിപ്പൂ എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നും ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് എത്ര വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളാണെന്ന് നോക്കാമല്ലോ. ഈ മനോഹരമായ പൂക്കളെ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്നറിയില്ല കേട്ടോ. ഈ ഒരു പേര് കൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഈ ചെടിയോട് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. വലുതായിട്ടും ഈ ഒരു ചെടിയോടുള്ള എൻ്റെ മനോഭാവത്തിന് ഒരു മാറ്റവും വന്നില്ലായിരുന്നേ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ വെക്കേഷന് പോയപ്പം അമ്മയുടെ ഗാർഡനിൽ ഈ ചെടി നിറയെ പൂവിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ മുതൽ എനിക്കതിനോടുള്ള ഒരു ഇഷ്ടത്തിന് ഒരു വ്യത്യാസം വന്നു കേട്ടോ. സത്യത്തിൽ അപ്പോഴാണ് കേട്ടോ ഞാൻ ഓർക്കുന്നത്, ഇത്രയും നല്ല പൂക്കൾ തരുന്ന ഈ ഒരു ചെടിയെ ഞാൻ എന്തുകൊണ്ട് മാറ്റി നിർത്തിയെന്നേ. അങ്ങനെ ഞാൻ അവിടുന്ന് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ ഈ തൈകൾ. ഇനിയും ഇതിൻ്റെ നല്ല നല്ല വെറൈറ്റീസ് ഞാൻ എൻ്റെ ഗാർഡനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മനോഹരങ്ങളായ പൂക്കൾ കൊണ്ട് നമ്മുടെ ഗാർഡൻ നല്ല ലൈവ് ആക്കാനായിട്ട് ഈ ഒരു വിങ്ക റോസസിന് സാധിക്കും കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഞാൻ കാണുന്നത്. ഹാങ്ങിങ് പ്ലാന്റ്സ് വരെ ഈ ഒരു വിങ്ക റോസസിൻ്റെത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൾട്ടി കളേഴ്സിലുള്ള പൂക്കളാണ് കേട്ടോ ഈ ഒരു വിങ്ക റോസ് കാറ്റഗറിയിലുള്ളത്. ഈ ഒരു ചെറിയ ചെടിയെ വളർത്തുന്ന യാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം കേട്ടോ. ഹാവ് എ നൈസ് ഡേ.